ഹലോ, നമുക്ക് ഒരു നാടൻ ചില്ലി പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1 കിലോ പോർക്ക് മേടിക്കുക. പോർക്കിറച്ചി മേടിച്ച് നല്ലോണം ഒരു ഇത്രയും വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി നുറുക്കി 3 പ്രാവശ്യം കഴുകി വാരി ഉപ്പും മഞ്ഞളും കൂട്ടി തിരുമ്മി ഇങ്ങനെ വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, ഉപ്പും മഞ്ഞളും കൂട്ടി തിരുമ്മി. ഞാനിതിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. കല്ലുപ്പും കൂട്ടി തിരുമ്മിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. ഞാൻ സവാളയും ഇഞ്ചിയും അരിഞ്ഞിടും. ബാക്കി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഞാൻ ചതച്ചാണ് ഇടാറ്. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാം. ഞാൻ 2 കായോടി അതിലിടുന്നുണ്ട്. എല്ലാം ഇട്ടിട്ട് മൂപ്പിക്കുക. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നല്ലോണം മൂക്കണം. പോർക്കിറച്ചി നുറുക്കിയെടുക്കണം. ഇത്രയും വലിപ്പത്തിൽ നുറുക്കിയെടുക്കണം. ഇത്ര ചെറുതായി പോർക്കിറച്ചി വെന്തത് നുറുക്കിയെടുക്കുക. ഉള്ളിയും സവാളയൊക്കെ നല്ലോണം മൂത്ത് തുടങ്ങി. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചത് ഉള്ളി മൂത്തെടുക്കാനായിട്ട്. അപ്പം അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി. മസാല മേടിച്ചിട്ട് ഞാൻ പൊടിക്കുകയാണ് ചെയ്തത്. പൊടി എല്ലാം നല്ലോണം ഇളക്കി പൊടികളൊക്കെ മൂക്കണ വരെ ഒന്ന് ഇളക്കുക. ഞാൻ ഈ സവാള മൂപ്പിച്ച നേരത്തെ കുറച്ച് ഉപ്പിട്ടായിരുന്നു, അപ്പോൾ വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി. ഇത് നല്ലോണം മൂത്തു, സവാള ഇഞ്ചി പൊടികൾ മൂത്തു. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് മൂപ്പിക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. തീ കുറവിലാണ് കേട്ടോ അപ്പം ഞാൻ ഇട്ടേക്കുന്നത്. പൊടികളിടുമ്പോൾ സ്റ്റൗവിൻ്റെ തീ കുറച്ചിടുക, അല്ലെങ്കിൽ സ്റ്റൗ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ പൊടികൾ ഇടുന്ന നേരമായപ്പോൾ സ്റ്റൗവ് കുറച്ചിട്ടു. എന്നിട്ട് എല്ലാം നല്ലോണം കൂട്ടി ഇളക്കുക. ഒക്കെ സവോള ഇതെല്ലാം തന്നെ തക്കാളി നല്ലോണം വെന്ത് ഒന്ന് ഉടയണം. പോർക്കിറച്ചിയിൽ കായ ഇടുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക് മാത്രം പോർക്കിറച്ചിയിൽ കായ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്കിറച്ചിയിൽ കായ ഇടുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഈ പോർക്ക് റോസ്റ്റിൽ 2 കായ ചെറുതാക്കി അരിഞ്ഞ് ഇട്ടത്. കായ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് ഇറച്ചിയിട്ട് നല്ലോണം ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. അവസാനം കുറച്ച് വേപ്പില അതിൻ്റെ മുകളിൽ വിതറണം. ഇത് തക്കാളിയൊക്കെ നല്ലോണം മൂത്ത് വരട്ടെ. ഇതിലേക്ക് പോർക്കിറച്ചിയും കായും ഇടുക. കായ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. ഇത് ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൂട്ടുക. ഞാൻ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ എടുത്തത്.
എനിക്ക് കാശ്മീരി മുളക് പൊടി ഇഷ്ടമില്ല. ഞാൻ സാധാരണ മുളക് പൊടി ഉപയോഗിച്ചത്. എരിവും ഉണ്ടാവും, ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ മുളക് മേടിച്ച് ഇവിടെ പൊടിപ്പിക്കുക ചെയ്യാറ്. അപ്പോൾ നല്ല മുളക് പൊടി ഉപയോഗിക്കാറ്. ഇത് ഒന്ന് ചൂടാവണ വരെ വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കഷ്ണം ഇറച്ചി എടുത്ത് നമ്മൾ തിന്ന് നോക്കണം. ഇതിന് ഉപ്പുണ്ടോ മസാലയുണ്ടോ നമുക്ക് തിന്ന് നോക്കണം. അപ്പോൾ ഇതിൽ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മസാല ഇല്ലെങ്കിൽ മസാല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കണം എല്ലാം. ഞാൻ തിന്ന് നോക്കി, ഇതിൽ ഉപ്പും മസാലയും മുളക് പൊടിയും എല്ലാം ഉണ്ട്. അത് കാരണം എനിക്ക് ഇതിൽ പ്രത്യേകം ഇനി ഒന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടി ഇതിൻ്റെ മുകളിൽ കൂടെ വിതറിയിട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് പൊടി വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.